മണിച്ചിത്രത്താഴും അതിന്റെ തമിഴും എടുത്തു നോക്കിയാൽ ജ്യോതികയും ശോഭനയും ചെയ്യുന്നത് കണ്ടാൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. രണ്ട് തലത്തിലാണ്. കഴിഞ്ഞ എപ്പിസോഡിലുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മയിലിരിക്കട്ടെ. ഇനി കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ചോദിക്കാൻ ഞാൻ തയ്യാറെടുക്കുക. എന്തായാലും പപ്പമാഷോടൊപ്പം ഈ ഒരു എപ്പിസോഡ് കൂടി നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം. നമസ്കാരം സർ. നമസ്കാരം. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞൊരു എപ്പിസോഡിനെ കുറിച്ചായിരുന്നു. ഇന്ന് എപ്പിസോഡിൽ ചോദിക്കുന്നത്, നമ്മളിപ്പം നാട്യം പഠിക്കാൻ വേണ്ടി കുട്ടികൾ കുറവാണെന്ന് പറയുന്നു അല്ലെ? ഇന്നിപ്പം കാരണം ജീവിത മാർഗം തേടിയുള്ള യാത്രക്കിടയിലാണ്. പഠിച്ചത് കൊണ്ടുള്ള ഗുണങ്ങളെ കുറിച്ച് സാർ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഇപ്പോ പിന്നെ നമ്മള് മുൻപ് പഠിച്ച പല കുട്ടികളും ഇന്ന് ഇംഗ്ലണ്ടിലും പിന്നെ അതുപോലെ ഫ്രാൻസിലും മറ്റ് സ്ഥലത്തൊക്കെ ഉണ്ട്. ഇപ്പം ബന്ധങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പിന്നെ കലാതിലകായ മട്ടന്നൂർ സബ് ജില്ലയിൽ കലാതിലകായ സിബമോൾ എന്ന് പറഞ്ഞൊരു കുട്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൾക്ക് നൃത്തം പഠിക്കണം. 2 മക്കളായി. അല്ല, അവർക്ക് പഠിക്കണം. മക്കളെയും പഠിപ്പിക്കണം, അവർക്ക് പഠിക്കണം. അങ്ങനെ പലരും മുന്നോട്ട് വന്നിട്ടുണ്ട്. അന്ന് പഠിച്ച മിക്ക കുട്ടികളും, ഒരാള് ദിജിഷ ദേവിദാസ് സ്റ്റേറ്റ് തലത്തിൽ നമ്മൾ അമ്പിളി ദേവി നവ്യ നായരോടൊക്കെ മത്സരിച്ച് 1ാം സ്ഥാനം നേടിയ ഒരു കുട്ടിയായിരുന്നു. ഇപ്പൊ അമേരിക്കയിൽ ഡോക്ടറാണ്. അവരും ഇടയ്ക്ക് വിളിക്കാറുണ്ട്. അവളിപ്പം ഡോക്ടർ സാലറിന്റെ ഇരട്ടി സാലറി നൃത്തത്തിലൂടെ അവിടുന്ന് ഉണ്ടാക്കുന്നുണ്ട്. സ്വന്തമായിട്ട് സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതുപോലെ പല കുട്ടികളും, പേരെടുത്ത ഒരുപാട് കുട്ടികൾ. പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ അതിലേക്കങ്ങ് എന്താ പറയാ, എൻ്റെ കൂടെ രാവിലെ വന്നു കഴിഞ്ഞാൽ നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ ഫുൾ ക്ലാസ്, വീട്ടിൽ വന്ന് താമസിക്കും. ലീവുള്ള ദിവസങ്ങളിൽ ഇവിടെ നമ്മളൊരു കുടുംബം പോലെയാണ്. അങ്ങനെ പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് അവരുടെ ചുറ്റുപാട് അത് അങ്ങനെ ആയതുകൊണ്ടാവാം വരുന്നുണ്ട് അത്യാവശ്യം, പക്ഷെ പണ്ടത്തെ പോലെ ഇല്ല. ഇപ്പൊ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. കുട്ടികളുടെ കൂടെ ഇരുന്നിട്ട് കുട്ടികൾ മെനക്കെടുന്നതിനേക്കാളും നമ്മള് മെനക്കെടണം. അങ്ങനെ ഒരു അവസ്ഥയാണ് ഇന്ന്. പക്ഷെ ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, രംഗത്ത് വരുന്നുണ്ട്. കുട്ടികൾ കുറവൊന്നുമില്ല, കൂടുതൽ വരുന്നുണ്ട്. പക്ഷെ അവര് പിന്നെ ഒരു എക്സാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ കാണൂല. പിന്നെ 1 മാസം 2 മാസം കാണൂല. പിന്നെ 10th സാധാരണക്കാരുടെ മക്കളെ കാണൂല. അതേസമയത്ത് വലിയ വലിയ ഡോക്ടേഴ്സിന്റെയും മറ്റുള്ള ആൾക്കാരുടെ ഒക്കെ കുട്ടികൾ അവർ പറയും, എന്ത് എക്സാം പക്ഷേ നിങ്ങൾ വന്ന് ക്ലാസ് എടുക്കൂ, എക്സാമിന് എന്താ തലേന്നാ പഠിക്കുക, അവരൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും പറഞ്ഞു. അപ്പോ മെയിനായിട്ട് ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ തട്ടടവുകൾ മുതൽ കുട്ടികൾ ഇങ്ങനെ ചവിട്ടി പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിൽ വരെയാണ് അതിന്റെ ഗുണം കിട്ടുന്നത്. കാൽപാദം തട്ടുമ്പോൾ ബ്രെയിനിൽ വരെയാണ് അതിന്റെ ഗുണം കിട്ടുന്നത്. പിന്നെ നൃത്തം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലൊരു എക്സസൈസ് വേറെ ഇല്ല. പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച്, ആണാവട്ടെ പെണ്ണാവട്ടെ, കൈകാലുകള്, കണ്ണ്, കഴുത്ത്, പിന്നെ എന്താണ് നമ്മുടെ പുരികം, എല്ലാ ഭാഗങ്ങളും ചലിക്കുന്നുണ്ട്. അപ്പോ എന്റെ ഗുരു എന്നോട് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾക്ക് അവിടെ യോഗ ഉണ്ടായിരുന്നു, നിങ്ങൾ യോഗ ചെയ്യേണ്ട ആവശ്യമില്ല, ചലിക്കുന്ന യോഗയാണ് നൃത്തം, നിങ്ങൾക്ക് പിന്നെ യോഗയും കൂടി ആവുമ്പോൾ അധികമായി പോവും, താങ്ങാൻ പറ്റാണ്ടായി പോവും എന്ന് പറയും. പക്ഷെ ചലിക്കുന്ന യോഗയാണ് നൃത്തം എന്ന് പറയുന്നത് സത്യം തന്നെയാണ്. കുട്ടികൾക്ക് ബുദ്ധിപരമായിട്ടും അവരുടെ ബോഡി പല വിധത്തിലും. ഇപ്പൊ നമ്മൾ ഉദാഹരണം എടുത്തു നോക്കൂ, നമ്മള് ശോഭന, സിനിമാ താര ശോഭനയ്ക്ക് എത്ര വയസ്സുണ്ട്? ആശാ ശരത് എത്ര വയസ്സുണ്ട്? മഞ്ജു വാര്യർ എത്ര വയസ്സുണ്ട്? മഞ്ജു പണ്ടത്തേനേക്കാളും നന്നായിട്ട് ഇപ്പോഴാണ് നൃത്തം ചെയ്യുന്നത്. ഇപ്പോഴാണ് അവർ മുമ്പത്തേനേക്കാളും എനിക്ക് തോന്നിയിട്ടുള്ള. മഞ്ജു വാര്യർ മത്സരിക്കുന്ന അതേ കൊല്ലം എനിക്ക് ആ വേദിയിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നു, UP വിഭാഗത്തിൽ. വർഷങ്ങൾ ഒരുപാടായി, തലശ്ശേരി സെന്റ് ജോസഫ്സിൽ. അപ്പോ ഇവരെ ശരീരം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന നൃത്തത്തിലൂടെ മാത്രമാണ്. കാരണം അവരുടെ ശരീരത്തിന്റെ ആ ഒരു ഭംഗി, ബോഡി ഷേപ്പ്, ഇതൊക്കെ നിലനിർത്തി കൊണ്ടുപോകുന്നത് നൃത്തം തന്നെയാണ്. അതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ ഞങ്ങളുടെ ഇപ്പം പ്രൈസ് നേടിയ കുട്ടികളും മുൻപ് നേടിയ കുട്ടികളും വിജയിച്ച എല്ലാ കുട്ടികളും, ഇതാ ഈ പ്രാവശ്യം ഫുൾ A+ഓടുകൂടി വന്ന കുട്ടിയാണ് തേജാലക്ഷ്മി. അവള് ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ട് +2 ഫുൾ A+ ഞാൻ വാങ്ങും. ഇത്രയും ലീവ് വന്നു. കാരണം സബ് ജില്ല, ജില്ല, സംസ്ഥാനം വരുമ്പോഴത്തേനും ക്ലാസ് കുറെ മിസ്സായി. എന്റെ മോള്, അതുപോലെ കാർത്തിക, ഇവരൊക്കെ ഫുൾ മാർക്കോടുകൂടി വരുന്ന കുട്ടികളാണ്. കലയിൽ മാത്രമല്ല സ്പോർട്സിലും മിടുക്കുകളാണ്. തേജയും ഈ കുട്ടികൾ, ഒരുപാട് കുട്ടികൾ പേരെടുത്ത് പറയാനുണ്ട് കേട്ടോ. അത് നമുക്ക് അങ്ങനെ ഒരു പറയാനുള്ള പെട്ടെന്നുള്ള ഒരു ഓർമ്മയുമില്ല. ഒരുപാട് കുട്ടികളുണ്ട് നമ്മൾ എടുത്തു വരുന്നത്. അതായത് ശ്വേതിക, പിന്നെ നമ്മുടെ ശാവശ്ശേരിയുള്ള പിന്നെ ഒരു മോളുണ്ട്, പിന്നെ പാർവതി ഷാജി,
പിന്നെ ഇവിടെ ഒരു പോലീസിന്റെ മകളാണ് പേരാവൂരുള്ള, പിന്നെ അതുപോലെ ദേവനന്ദ, പിന്നെ ഒരുപാട് കുട്ടികൾ, പിന്നെ ഇഷിതാലക്ഷ്മി, എല്ലാ ഭാഗത്തുനിന്നും ഞാൻ പറഞ്ഞല്ലോ സബ് ജില്ലയിലേക്ക് ജില്ലയിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ട നമ്മുടെ കുട്ടികളാണ് UP ഹൈസ്കൂൾ വിഭാഗത്തിൽ. അതെ, പേര് വിട്ടുപോയെങ്കിൽ സോറി. പെട്ടെന്ന് ചോദിക്കുമ്പോ എനിക്ക് പേര് അങ്ങോട്ട് വരുന്നില്ല. പിന്നെ ഇരുട്ടി സബില് ഒരുപാട് കുട്ടികൾ ഉണ്ടായി. വേറൊരു സംശയം കൂടി ചോദിച്ചോട്ടെ, നമുക്കിപ്പം ഈ നമ്മുടെ ആകാര അളവില് ഒക്കെ നമുക്ക് മാർക്കുകളുണ്ടോ ഇതിന്? മാർക്കുണ്ട്. ഞാനും ജഡ്ജ്മെന്റിന് പോകുന്നതാണ്. ഫസ്റ്റ് നമ്മള് ആകാരഭംഗിക്ക് 10 മാർക്ക്. 10 മാർക്കുണ്ട്. ആകാരഭംഗി മാത്രം നന്നായതുകൊണ്ട് കാര്യമില്ല, ബാക്കി 10 എല്ലാത്തിലും പിടിക്കണം. അടവുകളുടെ ശുദ്ധത, അതുപോലെ അഭിനയം, ഭാവാഭിനയം, പിന്നെ ചടുലത, പിന്നെ വേഷം, അതൊക്കെ ആകാരഭംഗിയിൽ പെടും. നല്ല മേക്കപ്പ്, വേഷവിധാനം, ഇതിനൊക്കെയാണ് നമ്മൾ പ്രത്യേകിച്ചിട്ട് മാർക്ക് ഇടുന്നത്. മുദ്ര, ചുവടുവയ്പ്, മുദ്രകളുടെ പെർഫെക്ഷൻ. ചിലവര് മുദ്ര കാണിക്കുമ്പോൾ അസ്ഥാനത്തൊക്കെ ആയിപ്പോയി അതിന്റെ അർത്ഥം മാറിപ്പോകും. അങ്ങനെയുണ്ട്. മുദ്രകൾ കാണിക്കുന്നത് നമ്മൾ ഓരോ മുദ്ര എവിടെയൊക്കെ പ്രയോഗിക്കുമ്പോൾ അതിന്റെ മീനിങ് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പൊ ചെസ്റ്റ് ലെവൽ ഒരു മുദ്ര ശിഖരം പിടിച്ചാൽ ഭർത്താവായി, അതിന്റെ അടിയിൽ ഇത് വന്ന അച്ഛനായി, ഇതിങ്ങോട്ട് പോയ വില്ലായി, ഇത് കുന്തമായി, ഭടന്മാര് നിൽക്കുന്നില്ലേ? അപ്പോ എന്റെ ഭർത്താവിനെ കണ്ടോ എന്നുള്ളത് എന്റെ ഇങ്ങോട്ട് മാറിയ കുന്തത്തെ കണ്ടോ എന്നായിപ്പോ. അപ്പൊ മീനിങ് കംപ്ലീറ്റ് മാറും. അപ്പൊ അതുകൊണ്ട് മുദ്ര നമ്മൾ തിയറി ക്ലാസ് നിർബന്ധമായിട്ടും ജഡ്ജ്മെന്റിന് പോകുന്നവരായാലും എല്ലാം അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് ഒരു കുട്ടീനെ വിലയിരുത്താൻ പറ്റും. നന്നായിട്ട് പെർഫോം ചെയ്തു എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളും കൂടെ നമ്മൾ അറിയണം. എന്നാലേ നമുക്ക് അത് ആ നല്ല രീതിയിൽ ആ കുട്ടീനെ വിലയിരുത്താൻ പറ്റുള്ളൂ. ചിലവര് അടവ് ശുദ്ധത ഉണ്ടെങ്കിൽ കൂടി മുദ്രകളുടെ ഒരുപാട് തെറ്റുകൾ ഉണ്ടാവും. മുദ്രകൾ ഞാനിപ്പോ പറഞ്ഞ പോലെ ആന എന്ന് പറയേണ്ടടുത്ത് ചേന കാണിച്ചാൽ പോരാ, ആനേനെ തന്നെ കാണിക്കണം. അപ്പൊ അത് സ്ഥാനം മാറുമ്പോൾ അർത്ഥം മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെയാണ്. മാഷ് പറഞ്ഞ പോലെ CBSE-യിലും നല്ലൊരു തിളക്കം മാറുന്ന ഒരു വിജയം നേടിയിട്ടുണ്ട് അല്ലെ? അതിനെ കുറിച്ചൊന്ന് പറയാമോ? CBSE-യിലും നമ്മുടെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. പിന്നെ അവിടെ ജില്ലാതലത്തിൽ തന്നെ നല്ല വിജയം കൈവരിച്ച കുട്ടികളുണ്ട്. ഒരുപാട് കുട്ടികൾ, ഏകദേശം ഒരു 5-10 കുട്ടികൾ CBSE-യിൽ ഉണ്ടായിരുന്നു മത്സരിക്കാൻ. അതില് അവനി വിനോദ് എന്ന് പറഞ്ഞിട്ടുള്ള മട്ടന്നൂരിലെ ഒരു മോളാണ് സ്റ്റേറ്റിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടത്. പിന്നെ അതുപോലെ ജില്ലാതലത്തില് കൂടുതൽ പോയിന്റ് നേടിയ കുട്ടിയാണ് 3 ഇനങ്ങളിലും. അപ്പൊ അവർക്ക് പ്രത്യേക ചാമ്പ്യൻഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു നല്ല വിജയം CBSE-യിലും ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു. നല്ല ജഡ്ജ്മെന്റ് ആയിരുന്നു അവിടെ. അതിന്റെ പ്രധാന കാരണം ഒരു നൃത്താധ്യാപകന്റെ നല്ലൊരു കുട്ടി ഉണ്ടായിരുന്നു. ഒരിക്കലും ആ കുട്ടീനെ കയറി വരാൻ വിടൂല. ഇങ്ങനെ കുറച്ചാൾ അതിന്റെ പിന്നിൽ കളിച്ചിട്ട് അയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പോലീസ് വകുപ്പിലും വിജിലൻസിലൊക്കെ കംപ്ലൈന്റ് കൊടുത്തു, കുട്ടീനെ കൊണ്ട് കൊടുപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് ഈ പ്രാവശ്യം അവരുടെ മേൽനോട്ടത്തിലായിരുന്നു ജില്ലാ മത്സരം നടന്നിട്ടുള്ളത്. അപ്പൊ എനിക്ക് തോന്നുന്നത് എന്റെ ഒരു അടുത്ത സുഹൃത്താണ് പറഞ്ഞത്, അതുകൊണ്ട് അതിൽ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മളൊന്നും ഇത് അറിയില്ല. സംഭവം വിജിലൻസിന്റെ നിരീക്ഷണത്തിലാണ് മത്സരം നടന്നതെന്ന് പറയുന്നു. എന്തായാലും നല്ല റിസൾട്ട് ആയിരുന്നു ഈ പ്രാവശ്യം. പിന്നെ CBSE ജില്ലാതലത്തിൽ അതുപോലെ നല്ല നമുക്ക് ഫസ്റ്റ് കിട്ടണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുള്ള ഒരു ചിന്താഗതി കൊണ്ട് പറയുന്നതല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ എല്ലാ കുട്ടികളും ഹാർഡ് വർക്ക് ചെയ്ത് വരുന്ന, എല്ലാവരും പണം ചെലവാക്കി വരുന്ന. അപ്പൊ എന്ത് ചെയ്യാം, നമ്മള് അതിൽ ഏറ്റവും ടോപ്പ് ഒരു കുട്ടിക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിൽ ഏറ്റവും ടോപ്പ് കുട്ടിക്ക് കറക്റ്റ് ആയിട്ടുള്ള കൊടുക്കണം. അത് ആരുടെ കുട്ടിയാണെന്നുള്ളത് നോക്കാതെ, മുഖം നോക്കാതെ കൊടുക്കണം. അത് പിന്നിലുള്ള അധ്യാപകരെയോ അല്ലെ പിന്നിൽ കളിക്കുന്ന രക്ഷിതാക്കളെയോ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മളെ ഗുരുക്കന്മാരൊക്കെ പറഞ്ഞു തന്നത് പ്രകാരം ഒരു 7 മനുഷ്യ ജന്മമുണ്ട് എങ്കിലും ആ 7 ജന്മത്തിലും നമുക്ക് അതിന്റെ പാവം കിട്ടുമെന്നാണ് ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത്. നമ്മൾ 7 തലമുറയ്ക്ക് കലയിൽ മായം കലർത്തിയാൽ എന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തോ ആവട്ടെ, ചിലപ്പം നമ്മുടെ അന്ധവിശ്വാസമാകാം. പക്ഷെ എന്തായാലും കലയില് ചെയ്തു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു വിഷമം നമുക്ക് വരും എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. എൻ്റെ ജീവിത അനുഭവത്തിൽ വെച്ചിട്ട് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ കല കഴിവിന് അംഗീകാരം കിട്ടാൻ. ഇന്ന് യുവജനോത്സവങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മത്സരരംഗങ്ങളായിക്കോട്ടെ, ഇന്ന് ഏറ്റവും കൂടുതൽ മത്സരിക്കുന്ന മാതാപിതാക്കളാണെന്ന് തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്.
പക്ഷെ ഞങ്ങളുടെ സ്ഥാപനത്തിലില്ല. അതൊക്കെ ഇന്ന് പൊതുവായിട്ടുള്ള കാഴ്ച. മാതാപിതാക്കള് പണം ഒരുപാട് കൈക്കൂലി അതും ഇതെല്ലാം വാങ്ങുന്നവര് ഇതെങ്ങനെ ചെലവാക്കണം, എവിടെ കൊണ്ട് ചെലവാക്കണം എന്നുള്ളവരുണ്ടാവും. പിന്നെ പേര് സംസ്ഥാനത്തെത്തിയാല് ചിലപ്പോ ഒരു സിനിമയിലേക്കുള്ള ഒരു എൻട്രി മുമ്പൊക്കെ അങ്ങനെയായിരുന്നു. പിന്നെ പക്ഷെ ഇന്നത് കുറെ കുറവാണ്. കലാതിലകവും കലാപ്രതിഭയും ഒക്കെ എടുത്തു കളഞ്ഞിട്ട്. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് ഒരു അംഗീകാരമല്ലേ, ബാക്കി എല്ലാത്തിനും കൊടുക്കുന്നില്ലേ? ഇല്ലേ? ബാക്കി നിങ്ങൾ സിനിമയിൽ അഭിനയിച്ചാൽ നിങ്ങൾക്ക് ബെസ്റ്റ് അവാർഡ് തരുന്നില്ലേ? എന്നാ അവാർഡ് തരാൻ പാടുണ്ടോ? സ്പോർട്സിന് കൊടുക്കുന്നില്ലേ? കൊടുക്കാൻ പാടുണ്ടോ? ഏറ്റവും നല്ല നടനുള്ളത് കൊടുക്കുന്നു, ബെസ്റ്റ് കൊറിയോഗ്രാഫർക്ക് ഉള്ളത്. പിന്നെ എന്തുകൊണ്ട് ഈ സംസ്ഥാനത്ത് ഇത്രയും കഷ്ടപ്പെട്ടിട്ടെത്തിയ കുട്ടികൾക്ക് എന്തുകൊണ്ട് ഇവര് ഈ കലാതിലകവും കലാപ്രതിഭയും മാറ്റി? അത് കൊടുത്തൂടെ? അവർക്കുള്ള ഒരു അംഗീകാരമല്ലേ അത്? അതുകൊണ്ട് തന്നെ ഇപ്പം രക്ഷിതാക്കളുടെ ഇടയിലുള്ള ഒരു സ്പർദ്ധ കുറെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് ഏത് മേഖലയുണ്ട്? സിനിമാ മേഖലയിലില്ലേ? ഡോക്ടേഴ്സ് തമ്മിലില്ലേ? അധ്യാപകർ തമ്മിലില്ലേ? പിന്നെ ഈ കലയെ മാത്രം നമ്മൾ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. എല്ലാ മേഖലയിലും ഇന്ന് അതുണ്ട്. ഒരു ഈഗോ എല്ലാവർക്കും ഉണ്ട്, എല്ലാ മത്സരങ്ങൾക്കും ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ സ്ഥാപനത്തില് ഒരിക്കലും ഒരു പേരൻസും എല്ലാവരും സപ്പോർട്ടാണ്. ഇപ്പൊ ഞാനിപ്പോ കഴിഞ്ഞ ദിവസമൊക്കെ അത് തുറന്നു പറഞ്ഞിട്ടുണ്ട് രക്ഷിതാക്കളോട്. ഞാൻ അങ്ങനെ ഒരു ക്ലാസ് കൊടുക്കലുണ്ട്. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു നെഗറ്റീവ് ഇവിടുന്ന് പറയുന്നവര് ദയവ് ചെയ്ത് ഇവിടെ ഇരിക്കാൻ പാടില്ല. നമ്മൾ എവിടെയാച്ചാ പോയി പഠിച്ചോ. നമ്മുടെ സ്ഥാപനത്തിൽ അത് വേണ്ട. അപ്പൊ അത്ര എല്ലാരും ഇപ്പൊ തന്നെ ഈ മക്കൾക്ക് കിട്ടിയപ്പം, പിന്നെ സ്റ്റേറ്റ് കിട്ടിയപ്പം അവര് മുൻകൈ എടുത്ത് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. സ്വന്തം മക്കൾക്ക് കിട്ടിയല്ലോ. അതുപോലെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പേരൻസ് വന്നു കഴിഞ്ഞാല് അവരുടെ മക്കളെക്കാളും കൂടുതൽ മറ്റുള്ളവരുടെ മക്കളെ ശ്രദ്ധിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരു തരത്തിലുള്ള ഈഗോ ഇല്ല. അതേ സമയത്ത് ടൗൺ ഏരിയയിൽ അങ്ങനെയല്ല. കുടിക്കാൻ ഒരു തുള്ളി വെള്ളം ചോദിച്ചാൽ കൊടുക്കില്ല, അങ്ങനെയാണ്. പക്ഷെ നമ്മളെ കുട്ടികളെല്ലാം അവര് വാരിക്കൊടുക്കുന്നു, ഭക്ഷണം വാരിക്കൊടുക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു. ഓർണമെന്റ്സ് എന്തെങ്കിലും എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും സാധനം മിസ്സായിട്ടുണ്ടെങ്കിൽ എല്ലാം കൊടുക്കും. വളരെ സപ്പോർട്ട്, കൂട്ടായ്മ. അങ്ങനെ കൂട്ടായ്മ വേണം. നമ്മള് കലയിൽ എന്തിനാ നമ്മൾ ഈ ഈശ്വരൻ തരുന്ന അളവ്, പിന്നെ ഓരോരുത്തർക്കും ഓരോ കുടിയും കുറഞ്ഞിരിക്കൂലേ, അതിന് നമ്മൾ എന്തിനു കുറ്റപ്പെടുത്തുന്നു? ഒരു അധ്യാപകൻ സ്കൂളിൽ ക്ലാസ്സിൽ ഒരു 50 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ 50 കുട്ടികൾക്കും ഫുൾ A+ കിട്ടുമോ? അത് അധ്യാപകന്റെ കുറവല്ല, അല്ലേ? കുട്ടികൾക്ക് കിട്ടുന്ന അളവിന്റെ വ്യത്യാസം. അത് ഏത് മേഖലയിലും, കലാമേഖലയിലും ഏത് മേഖലയിലും അതുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. എന്റെ സ്ഥാപനത്തിൽ ഒരിക്കലും പിന്നെ കുട്ടികൾ തമ്മിലോ എല്ലാരും ഭയങ്കര യോജിപ്പാണ്. വളരെ ഇതാണ്. പൊതുവായിട്ട് ജനങ്ങളോട് അല്ലെങ്കിൽ മാതാപിതാക്കളോട് എന്താണ് പറയാനുള്ളത്? എനിക്ക് കലാരംഗത്തുള്ള കാര്യത്തെ കുറിച്ച് പറയാനാണെങ്കിൽ, നിങ്ങൾ കുട്ടികളെ കല പഠിപ്പിക്കണം. അവരുടെ അവരുടെ ശാരീരികമായിട്ടും, ഞാൻ നേരത്തെ പറഞ്ഞു മാനസികമായിട്ടും, അതുപോലെ അവരുടെ സ്വഭാവ രൂപീകരണത്തിനും ബുദ്ധിക്കും മെയിനായിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ. കാരണം നിങ്ങൾ എടുത്തു നോക്കൂ, കലാതിലകം കലാപ്രതിഭ നേടിയ മഞ്ജു വാര്യർ അടക്കം, രണ്ട് വിനീത്, അതുപോലെ നവ്യ നായർ, ഇവരൊക്കെ എടുത്തു നോക്കൂ. ഇവരെല്ലാം ഹൈ മാർക്കോട് കൂടി ആണ് അവർ പാസ്സായിട്ടുള്ളത്. അപ്പോ ഇത്രയും ക്ലാസ് കളഞ്ഞ് ഇവരെന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ചില രക്ഷിതാക്കളെങ്കിലും വിചാരിക്കുന്നു ആ സമയത്ത് ഇരുന്ന് പഠിച്ചാൽ അത്രയും കൂടി മാർക്ക് കിട്ടില്ല എന്ന്. അത് വെറും ഒരു ധാരണ മാത്രമാണ്. അപ്പോ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ എൻ്റെ അടുത്ത് മാത്രം പഠിപ്പിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നല്ല ഒരു ഗുരുവിനെ കണ്ടെത്തിയിട്ട് നമ്മൾ എവിടെയാണോ നമുക്ക് ആദ്യം ഗുരുവിനെ പറ്റി അറിഞ്ഞിരിക്കണം. ഗുരു എല്ലാം തികഞ്ഞവനായിരിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നാലും പിന്നെ മാക്സിമം അവരുടെ ഗുരുക്കന്മാരെ കുറിച്ചെങ്കിലും ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്, അല്ലേ? അപ്പൊ അന്നേരം തന്നെ മനസ്സിലാവും. ഞങ്ങൾക്ക് ഈ ഓൾ ഇന്ത്യ ഫെസ്റ്റിവലെല്ലാം സർട്ടിഫിക്കറ്റ് എന്റെ ധനജയമാഷ സൈൻ കണ്ടപ്പോഴത്തേനും തന്നെ അവരെ ഒക്കെ പറഞ്ഞു, സെലക്ടഡ് ആയി നമ്മൾ. അപ്പൊ നമ്മൾ ഗുരുക്കന്മാരെ ആണ്. പിന്നെ ഈ ഇന്നത്തെ ഒരു പ്രവണതയിൽ ചുറ്റുപാടിൽ കണ്ടുവരുന്നത്, പൊതുവെ കലയിലല്ലേ, ഈ ഗുരുക്കന്മാരെ ഒരു ബഹുമാനമില്ല. എന്തും പറയാം, ഏതും പറയാം, ചീത്ത വിളിക്കാം. ഗുരുക്കന്മാരെ ചീത്ത വിളിക്കുന്ന പിന്നെ ശിക്ഷ വളരെ പിന്നെ യൂട്യൂബ് നെറ്റൊന്നും നോക്കിയിട്ട് നമ്മൾ കല പഠിക്കാൻ പാടില്ല, ഒരിക്കലും പാടില്ല. അതിനോട് എനിക്ക് ഒരു വിധത്തിലുള്ള സപ്പോർട്ടില്ല. കാരണം എന്താ വെച്ചാല് യൂട്യൂബിലുള്ള കുറെ തെറ്റുകളുണ്ട്. ആ തെറ്റ് തന്നെ ആയിരിക്കും. എത്രയോ വേദിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്, മുദ്രകളൊക്കെ തിരിച്ചായിരിക്കും പിടിച്ചിട്ടുണ്ട്. അത് നമ്മൾ റൈറ്റിൽ പിടിച്ചാൽ അതിൽ കണ്ടിട്ട് അവർ പഠിക്കുമ്പോൾ തിരിഞ്ഞു പോകും, ലെഫ്റ്റിലായിരിക്കും. അപ്പൊ തെറ്റ് വന്നില്ലേ?
പിന്നെ ഒരു ഗുരുമുഖത്തു നിന്ന് കിട്ടുന്നത് ഒരിക്കലും ഒരു യൂട്യൂബ് നോക്കിയിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ പഠിക്കരുത്. സംഗീതമൊക്കെ പിന്നെയും നമുക്ക് കുറച്ചെങ്കിലും പഠിക്കാം. എന്നാലും ഗുരുമുഖത്തുനിന്ന് പഠിച്ചിട്ട് ആധികാരികമായിട്ട് സ്വരസ്ഥാനങ്ങള് എന്തൊക്കെയാണെന്ന് ഒരു ഗുരുമുഖത്തുനിന്ന് പഠിച്ച് കുറെ നമ്മൾ കേട്ട് കഴിയുമ്പോൾ പലരുടെയും കച്ചേരി, ഡോക്ടർ ബാലമുരളീകൃഷ്ണ അതുപോലെയുള്ള പ്രഗത്ഭരായവരെ കച്ചേരികളൊക്കെ നമ്മൾ കേൾക്കുക വെച്ചാല് നമുക്ക് അതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ടാകും. നൃത്തം അതുപോലെ തന്നെ നമ്മൾ നെറ്റോ യൂട്യൂബോ ഒന്നും നോക്കിയിട്ട് പഠിക്കാൻ പാടില്ല എന്ന്. മുദ്രകൾ നമ്മൾ ചിത്രം നോക്കിയിട്ട് ശിഖരം, മുഷ്ടി എന്നൊക്കെ പഠിക്കാം, ഓക്കെ. പക്ഷെ നമുക്ക് ഒരു മുദ്ര കാണിക്കുമ്പം അത് നമ്മൾ ഗുരുമുഖത്ത് നല്ലാണ്ട് നമുക്ക് ചിത്രം നോക്കി പഠിക്കാൻ പറ്റില്ല. ഉദാഹരണം, എൻ്റെ അച്ഛൻ മരിച്ചുപോയി, ഇതെങ്ങനെ നമ്മൾ പഠിക്കും? ബുദ്ധിമുട്ടല്ലേ? ചിത്രം നോക്കി നമുക്ക് പഠിക്കാൻ പറ്റില്ല. ചിത്രം ഒക്കെ ഉള്ള മുദ്രകളൊക്കെ ഉള്ള ഇത് കിട്ടും. നാട്യശാസ്ത്ര പ്രകാരം പല അഭിനയ ദർപ്പണം അതിലെല്ലാം മുദ്രകളെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള, അതായത് നിന്നെ കാണാൻ നീ വളരെ സുന്ദരിയാണ്, നീ വളരെ സുന്ദരിയാണ് എന്ന് പറയണമെങ്കിൽ നമ്മൾ അത് ഗുരുമുഖത്തും തന്നെ പഠിക്കണം. അതാണ് ഞാൻ പറഞ്ഞ യൂട്യൂബിൽ നെറ്റൊന്നും നോക്കിയിട്ട് പഠിക്കാൻ പാടില്ല. ഗുരുമുഖത്തും തന്നെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, വേണ്ടത്ര നമ്മൾ ഇത് കൂടാതെ നൃത്തത്തിന്റെ കൂടെ തന്നെ അവർക്ക് വേണ്ട എക്സസൈസുകൾ കൊടുക്കുന്നുണ്ട്. എങ്ങനെയൊക്കെ ബോഡി ബെൻഡ്, ചില അടവുകൾക്ക് ഇത്ര ബെൻഡ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു കണക്കുണ്ട്. അപ്പോൾ അതിന്റെ പ്രത്യേകമുള്ള എക്സസൈസ് ഉണ്ട്, അത് കൊടുക്കുന്നുണ്ട്. അപ്പൊ തന്നെ കുട്ടികൾക്ക് വളരെ നല്ല ശരിക്കും നമ്മുടെ കുട്ടികളൊക്കെ പുലർച്ചെ ഒരു 4 മണി 5 മണി ചെയ്തിട്ട് വീഡിയോ ഇട്ട് കൊടുക്കണം നിർബന്ധമാണ്, വൈഫിനും മോനൊക്കെ. അപ്പൊ അതിനുള്ള മാറ്റമാണ് നമ്മളിപ്പം കണ്ടത്. അപ്പൊ അവർക്ക് ശരീരത്തിനും അത്ര മാറ്റം ഉണ്ടാവും. ഇപ്പൊ പിന്നെ മാനസിക സന്തോഷം, ശാരീരികമായിട്ട് നല്ല മാറ്റം വരും. അതെ, ഇതൊക്കെ നൃത്തം പഠിച്ചാൽ കിട്ടുന്ന ഒരു ഗുണമാണ്. അപ്പൊ രക്ഷിതാക്കൾ നമ്മളെ കുട്ടികളെ കലയെ അഭ്യസിപ്പിക്കുക. ഇനി നൃത്തം അല്ലെങ്കിൽ കൂടി അവരവരെ കഴിവ് കണ്ടെത്തിയിട്ട് അടിച്ചേൽപ്പിക്കാണ്ടിരുന്നാൽ മതി. സംഗീതമാണ് സംഗീതം. ചിലവർക്ക് വരയ്ക്കാനുള്ള കഴിവായിരിക്കും, ചിലവർക്ക് ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കും താല്പര്യം, ചിലർക്ക് നൃത്തമായിരിക്കും താല്പര്യം. അപ്പൊ ആ മേഖല, ഏത് മേഖലയിലാണ് അവർക്ക് പരമാവധി നമുക്ക് അവരുടെ കഴിവ് കണ്ടെത്തിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുക എന്ന് വെച്ചാൽ, നമ്മുടെ മക്കൾക്ക് ഇന്നത്തെ ഈ ചുറ്റുപാടില് നമ്മുടെ കുട്ടികള് പല സ്ഥലത്തും പോയി പല 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 പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത് മദ്യത്തിനും മയക്കുമരുന്നും അതിനും ഇതിനൊക്കെ അടിമപ്പെടുന്നു. ഈ കലയിലൂടെ വരുന്ന കുട്ടികള് അവരുടെ സ്വഭാവ രൂപീകരണം വേറെ തന്നെ. അപ്പൊ അതൊന്ന് രക്ഷിതാക്കളും കൂടെ ശ്രദ്ധിക്കണം. കല പഠിച്ചാൽ അതിനുള്ള ഒരു ഗുണമുണ്ട്. പക്ഷെ അതിന്റെ കൂടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഗവൺമെന്റ് സ്ഥാപനങ്ങളൊന്നും നമ്മളെ പരിഗണിക്കുന്നില്ല. പാർട്ട് ടൈം ആയിട്ട് പോലും നമുക്കൊന്നും ഒരു ജോലി കിട്ടുന്നില്ല. അപ്പൊ ഈ കല മുന്നിലോട്ട് കൊണ്ടുപോകാൻ എങ്ങനെ ഇതെടുത്താൽ എന്ത് ചെയ്യും? എല്ലാവർക്കും യേശുദാസും ചിത്രയൊന്നും ആവാൻ പറ്റില്ല. അതിലും നന്നായിട്ട് പാടുന്നവരുണ്ട്, അതിലും നന്നായിട്ട് എത്രയോ പേര് പാടുന്നവരുണ്ടാകാം, ഉണ്ട്. പക്ഷെ അവർക്കൊന്നും ഉയർന്നു വരാൻ പറ്റുന്നില്ല. എല്ലാവർക്കും അങ്ങനെ. അത് ഒരു തലവരെയും കൂടിയാ, ഭാഗ്യം കൂടിയാണ്. അപ്പൊ എന്താ വെച്ചാല് നമ്മൾ കല ഒരു സൈഡിൽ കൂടെ കൊണ്ടുപോവുക. നിങ്ങൾ ഏത് മേഖലയാണോ നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങളെ ജോലി എന്താണോ അതിന്റെ കൂടെ തന്നെ. ഇപ്പൊ എത്രയോ പേര് ഡോക്ടേഴ്സ് എല്ലാം ഇപ്പൊ പഠിക്കുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ മട്ടന്നൂരിൽ ഡോക്ടർ വിളിച്ചിട്ടുണ്ട്, നാളെ മുതൽ ക്ലാസ് തുടങ്ങണ. അവർ കുറച്ച് ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ ഇവിടെ ഉണ്ടല്ലോ അപർണ, കലാതിലകമായിരുന്നു അപർണ, ഡോക്ടർ അപർണ. ഏത് പ്രായത്തിലും ഇപ്പം ഏത് പ്രായത്തിലും പഠിക്കാം. എനിക്ക് പ്രായം എത്രയായി? നമ്മളിപ്പോ മോന് കല്യാണ പ്രായം. അത് ഏത് ഏജിലും നമുക്ക് നൃത്തം പഠിക്കാം. നൃത്തം പഠിച്ചു കഴിഞ്ഞാല് ഒരു ഗുണം അതാണ്, നമ്മൾ എപ്പോഴും ഇങ്ങനെ തുള്ളിച്ചാടി നടക്കും. കുട്ടികളുടെ കൂടെയല്ലേ, നമ്മളെ പ്രായം ശരീരത്തിനേ ഉള്ളൂ, നമുക്ക് മനസ്സിന് പ്രായമില്ല. അതാണ് അതിൻ്റെതായ ഒരു ഗുണം. അത് അതാ ഞാൻ പറഞ്ഞ ഉദാഹരണം, ഈ സിനിമാ താരങ്ങളെ പ്രഗത്ഭരായവരൊക്കെ എടുത്തു നോക്കൂ നിങ്ങൾ. ഒരുപാട് ആളുണ്ട്. നമ്മൾ വിചാരിക്കും ഈ ഏജിൽ എങ്ങനെ ഇവര് നൃത്തം ചെയ്യുന്നു. 85 വയസ്സിൽ ഇന്നലെ മുകേഷിന്റെ കൂടെ അഭിനയിച്ച റാംജി റാവിലെ ഒരു ലേഡി 85 തോന്നുന്നു വയസ്സിൽ നൃത്തം ചെയ്യുന്നു. വളരെ മനോഹരമായിട്ട്. നമുക്ക് കൈയും കാലും പൊന്തി കിട്ടും. വേറൊരു മേഖലയാണ് അല്ലേ, അസുഖമായി കിടന്നു പോകും. അതാണ്, അതൊക്കെ ഇതിന്റെ ഒരു മെച്ചം തന്നെ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈശ്വരാനുഗ്രഹമാണല്ല. ഞാന് എൻ്റെ ഗുരുക്കന്മാർക്കും ദൈവത്തിനും ഈ കിട്ടിയ അംഗീകാരങ്ങൾക്ക് ഒരു വിധത്തിലും ഉള്ള ഒരു അഹങ്കാരമോ ഒന്നും നമ്മുടെ അഥവാ എന്തെങ്കിലും അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. ഇത് ഓരോരുത്തർക്ക് ഓരോ സാഹചര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ചിലപ്പോൾ എല്ലാവർക്കും അതുപോലെ പഠിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഈ കഷ്ടപ്പാടിന്റെ ഇടയിലും, വളരെ കഷ്ടപ്പാടിന്റെ ഇടയിലും നമ്മൾ
കല അത്ര വിശ്വസിച്ചിട്ട് ഞങ്ങൾ കൊണ്ടുവന്നു. പക്ഷെ അതിനുള്ള നമുക്ക് ദൈവം തരുന്നുമുണ്ട്. നമ്മൾ കലയിൽ നമുക്ക് ജീവിക്കണം, നമ്മൾ പിടിച്ചു പറിക്കാതിരിക്കുക. പിടിച്ചു പറിക്കാതെ അല്ല മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാതിരിക്കുക പരമാവധി. അതാണ് എൻ്റെ ഒരു വിശ്വാസം ഇതില്. അതില് എനിക്ക് അതിനുള്ള ദൈവം തരുന്നുണ്ട്, തന്നിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോഴും സന്തോഷത്തോടെ ഇങ്ങനെ മുന്നോട്ട് പോകും. എന്നും പൗർണമി വിടർന്നേനേ എൻ സ്വപ്നരേണുക്കൾ രത്നങ്ങളായെങ്കിൽ എന്നും നവരത്നമണിഞ്ഞേനേ എന്നെ ശ്രുബിന്ദുക്കൾ പുഷ്പങ്ങളായെങ്കിൽ എന്നും മാധവമുണർന്നേനേ. മോൻ അർജുൻകാന്ത്, അനാമിക, പിന്നെ അനന്ത പത്മനാഭൻ. ഇളയ മോനാണ് ഇപ്പം അനന്തു. ഓനാണ് പിന്നെ ഇവിടെയാണുള്ളത്, ബാംഗ്ലൂർ നഴ്സിംഗിന് പഠിക്കുന്നു. മൂത്ത മകൻ അർജുൻകാന്തിനെ കുറിച്ച് ഞാൻ പറയുമ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മളെ ഈ ഏരിയയിലായി പോയതുകൊണ്ട് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, 7 വർഷം തുടർച്ചയായിട്ട് കണ്ണൂർ ജില്ലയിൽ വിന്നറായിരുന്നു നൃത്തത്തിൽ. 7 വർഷം ആർക്കും കിട്ടാത്ത ഒരു വിജയം. എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ അത്രയും തുടർച്ചയായിട്ട് ഒരു പ്രൈസ് കിട്ടുന്ന കുട്ടികൾ കണ്ടിട്ടില്ല. 1-2 വർഷമൊക്കെ കിട്ടുമായിരിക്കും. ഇവൻ UP സെക്ഷനിൽ പോയ മുതൽ 7 വർഷം പിന്നെ തുടർച്ചയായിട്ട് ഫസ്റ്റ് ആയിരുന്നു. പിന്നെ ഹൈസ്കൂളിൽ കയറിയപ്പോൾ +2 വരെ സ്റ്റേറ്റിലും പ്രൈസ് ആയിരുന്നു. സംസ്ഥാന യുവജനോത്സവം കോഴിക്കോട് വെച്ച് നടത്തിയപ്പോൾ ഫസ്റ്റ് ആയിരുന്നു. കേരള നടനത്തിൽ ഓട്ടംതുള്ളിൽ സെക്കൻഡും. അങ്ങനെ എല്ലാ വർഷവും അവൻ മുൻപിൽ വരുന്ന കുട്ടിയാണ്. അതിനുശേഷം അവൻ പിന്നെ നൃത്തം എടുക്കാൻ പറഞ്ഞിട്ട് നൃത്തം വേണ്ടച്ചാന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ RLV കോളേജിൽ എറണാകുളത്തെ തൃപ്പൂണിത്തറ പോയി മൃദംഗം എടുത്തിട്ട് മൃദംഗം ഇപ്പം PG കഴിഞ്ഞു റാങ്കോട് കൂടി. അപ്പൊ ഇപ്പൊ എന്താ വെച്ചാൽ കൊറിയോഗ്രാഫി ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു മോൻ ഞങ്ങൾ ചെയ്തതാണ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത്. മോൻ 4 ഐറ്റം ചെയ്തിട്ടുണ്ട്. പുരാണങ്ങളിൽ നിന്ന് നമ്മൾ ഓരോ കഥകള്, അധികം ആരും എടുക്കാത്ത കഥകൾ. ഇതിൽ പുതിയത് പഴയതൊന്നുമില്ല, പഴയതേ ഉള്ളൂ. നാട്യശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ട കാര്യമാണ്. ചിലര് പറയും, ചിലര് എൻ്റെ മകൾക്ക് പുതിയ ഇനം വേണമെന്ന് പറയും. പുതിയ ഇനം ഇല്ല. നമ്മൾ അക്ഷരങ്ങൾ ഇനി പുതിയത് കണ്ടുപിടിക്കാൻ പറ്റുമോ? നമുക്ക് ആ മുതൽ ഷ വരെയല്ലേ ഉള്ളൂ, അല്ലെ? എ മുതൽ സെഡ് വരെയല്ലേ ഉള്ളൂ. അതുപോലെ നൃത്തത്തില് അതിന് ചിട്ടപ്പെടുത്തിയിട്ടുള്ള നാട്യശാസ്ത്ര പ്രകാരം ചിട്ടപ്പെടുത്തിയിട്ടുള്ള മുദ്രകളും പുരാണ കഥകളുമാണ്. അല്ലാണ്ട് നമുക്ക് പുതിയ ശിവനെയും കൃഷ്ണനെയും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. എല്ലാം പഴയതാണ്. ചിലവര് പറയും എന്ത് പിന്നെ പഴയത് വേണ്ട, പുതിയത് വേണം. അങ്ങനെ പുതിയതൊന്നുമില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ആരും അധികം ശ്രദ്ധിക്കപ്പെടാത്ത, ആരും എടുക്കാത്ത രീതിയിലുള്ള സ്റ്റോറികൾ എഴുതി കമ്പോസ് ചെയ്യില്ല. അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഒരുപാട് ഒരു 10-15ഓളം ഡാൻസ് ഡ്രാമ ഞാൻ ചെയ്തിട്ടുണ്ട്. എത്ര പേർക്ക് അറിയാന്നുള്ളത് അറിയില്ല. ഓൾ ഇന്ത്യ തലത്തിൽ ഏറ്റവും വലിയ അവാർഡ് ആന്ധ്ര നടന്ന ഫെസ്റ്റിവലില് അവരുടെ ഏറ്റവും വലിയ അവാർഡായ ദേവപാരിജാതം എന്ന് പറഞ്ഞ അവാർഡാണ് നമുക്ക് ദശാവതാരം എന്നുള്ള ഡാൻസ് ഡ്രാമയ്ക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ വൈഫിന് നാട്യമയൂരി അവാർഡ്, സുധാചന്ദ്രനൊക്കെ കിട്ടിയ അവാർഡാണ് കിട്ടിയിട്ടുള്ളത്. കുച്ചിപ്പുടിക്കാണ് കേട്ടോ. ഞങ്ങൾ 10-30ഓളം കുട്ടികൾ പോയിട്ട് അവാർഡുകൾ, ഒരു ലോറി അവാർഡുകൾ എന്ന് പറയാം, അത്രയും കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാ ഇനത്തിനും ഫസ്റ്റ് സെക്കൻഡും കൂടുതൽ പോയിന്റ്. പിന്നെ ഇത്രയൊക്കെയാണ് നമ്മുടെ കലാകുടുംബം. പിന്നെ മറ്റുള്ള കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളെ പെങ്ങളെ ഭർത്താവ്, അവരുടെ എല്ലാവരും കലാമേഖലയിൽ തന്നെയാണ്. നേവി ഓർക്കസ്ട്രയിലൊക്കെയാണ് അധികം ആളും. ഈ കേരളത്തിന് പുറത്തും വേദികളൊക്കെ പങ്കെടുത്തിട്ടില്ലേ? ഉണ്ട്. അവാർഡുകൾ ഇപ്പം കുറെ അവാർഡുകൾ പറഞ്ഞു. അതുപോലെ തന്നെ സ്റ്റേജ് ഷോകള് അല്ലെ പ്രോഗ്രാമുകളിൽ പോകാറുണ്ടോ? പ്രോഗ്രാമിൽ പോകാറുണ്ട്, വിളിച്ചാൽ പോകും. ഞങ്ങള് തമിഴ്നാട്ടിലെ ഒരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് പരസ്യമൊന്നുമില്ല. ഇങ്ങനെ ആരെങ്കിലും അറിഞ്ഞു കേട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമ്മള് പ്രോഗ്രാം ചെയ്യും. അത് ക്ഷേത്രത്തിലാണെങ്കിൽ അവിടുത്തെ അന്തരീക്ഷത്തിന് പറ്റിയ ഇനങ്ങളാണ് നമ്മൾ ചെയ്യുക. ജനങ്ങളെ ബോറടിപ്പിക്കാത്ത രീതിയിൽ ആദ്യം നമ്മൾ അവിടുത്തെ പ്രതിഷ്ഠ ചോദിക്കും, എന്താണ്. അല്ലാണ്ട് ശിവനാണ് എങ്കിൽ ശിവന്റെ സ്റ്റോറി എടുത്തിട്ട് നമ്മൾ ഒരു ഡ്രാമ പോലെ ചെയ്യും. അല്ലെ വിഷ്ണു ആണെങ്കിൽ വിഷ്ണു ചരിതം, അല്ലെ ദശാവതാരം. ഇനി ദേവി ആണെങ്കിൽ ദുർഗാചരിതം. അങ്ങനെ ഒരുപാട് കഥകൾ നമ്മൾ ചെയ്തു വെച്ചതുണ്ട്. പിന്നെ അത് കൂടാതെ ഞങ്ങളെ വളരെ പ്രധാനപ്പെട്ട നമ്മൾ ചെയ്യുന്ന ഒരു കവിതയാണ് ONV കവിത അമ്മ എന്ന നൃത്തശില്പം. അത് ശരിക്കും പറഞ്ഞാല് നൃത്തം കണ്ടിട്ട്
കരഞ്ഞുകൊണ്ട് പോയ എത്രയോ ആൾക്കാരുണ്ട്. അതിന്റെ തീം അങ്ങനെയാണ്. അത് വളരെ ലളിതമായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത് ONV സാറിന്റെ മുന്നിലാണ് ഞങ്ങളത് ഫസ്റ്റ് ചെയ്തത്. സാറ് കണ്ണു നിറഞ്ഞ് കൈവച്ച് അനുഗ്രഹിച്ചു. അത് ഭയങ്കര, എനിക്ക് എത്ര അവാർഡ് കിട്ടിയാലും അത് ഇതിനു മേലെ എനിക്കൊന്നും ഇതുവരെ ഒരു സന്തോഷം കിട്ടിയിട്ടില്ല സാറിന്റെ വരെയായിട്ട്. അതുപോലെ പിന്നെ കണ്ണൂർ ചരിതം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കണ്ണൂരിന്റെ പേര് വന്നത് മുതൽ, അതായത് കണ്ണൂര്, അതായത് കാനത്തൂര്, കണ്ണന്റെ ഊരാണ് കണ്ണൂരായിട്ട് വന്നിട്ടുള്ളത്. ആ ചരിത്രം എടുത്തിട്ട് അതില് നമ്മളെ പ്രധാനപ്പെട്ട സാംസ്കാരിക നായകന്മാര്, എഴുത്തുകാര്, എല്ലാരും ഇങ്ങനെ ഉൾപ്പെടുത്തി ഒരു നൃത്ത ശില്പം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ 2 മണിക്കൂർ. പിന്നെ അത് ഇന്നത്തെ കണ്ണൂരിന്റെ അവസ്ഥ വരെ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ പുരാണം മാത്രമല്ല, എല്ലാ രീതിയിലുള്ളതും നമ്മൾ ചെയ്യാറുണ്ട്. അത് ഓരോരുത്തർ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കും, ആ രീതിയിൽ ചെയ്തു കൊടുക്കും. പക്ഷെ ഇന്നത്തെ അവസ്ഥയിൽ എന്ന് പറയുമ്പോൾ നല്ല സാമ്പത്തികം വേണം. അതായത് ഇപ്പൊ ഈ പാട്ടുകൾ എഴുതി ട്യൂൺ ചെയ്യാൻ ആളെ വിളിച്ച് അവരെ ഇരുത്തി ട്യൂൺ ചെയ്ത് അവർക്ക് പൈസ കൊടുത്ത്, പിന്നെ എഴുതുന്ന പിന്നെ നമ്മളെ സ്വന്തം ആളായതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ കമ്പോസ് ചെയ്ത് പിന്നെ അത് എറണാകുളത്തോ അല്ലെങ്കിൽ തൃശ്ശൂരോ പോയി സ്റ്റുഡിയോ റെക്കോർഡിങ് കഴിഞ്ഞ് ഒരു പാട്ട് ഇറങ്ങുമ്പോഴത്തേനും ലക്ഷങ്ങളാവും. ലക്ഷങ്ങൾ നമ്മൾ കയ്യിൽ നിന്ന് പോകും. പക്ഷെ നമ്മള് എല്ലാവരും വാങ്ങുന്ന ഒരു തുകയൊന്നും നമ്മൾ അറിഞ്ഞു കേട്ട സ്ഥിതിക്ക് പലരും വാങ്ങുന്നതിന്റെ ഒരു 1/4 ഭാഗമേ ഞങ്ങൾ വാങ്ങുന്നുള്ളൂ കുട്ടികളോട്. പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ അവർക്ക് ഉള്ള കോസ്റ്റ്യൂം ഫുള്ള് നമ്മൾ കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അതുകൊണ്ട് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അങ്ങനെ ഒരു ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ടൗൺ ഏരിയയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടീച്ചർ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം നിങ്ങൾ ചെയ്തോളൂ, വേറെ ഒന്നും നമ്മൾ ഇത് ചെയ്യില്ല. അങ്ങനെയാണ് ടൗൺ ഏരിയയിൽ. പക്ഷെ ഇവിടെ നമുക്കത് നടക്കില്ല. ഇവിടെ എല്ലാം നമ്മുടെ സാധാരണക്കാരായ മക്കളാണ് വരുന്നത്. അപ്പൊ അവർക്ക് വേണ്ട എല്ലാ രീതിയിലുള്ള ഹെൽപ്പും ചെയ്തു കൊടുക്കാറുണ്ട്. അപ്പൊ പക്ഷെ കുടുംബത്തെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ പുറകിലോട്ട് സഞ്ചരിക്കട്ടെ. ഈ നൃത്താധ്യാപകനായ ആ കാലഘട്ടം, അതുപോലെ ഗുരുക്കന്മാര്, അവരെ കുറിച്ചൊന്ന് പറയാമോ? ഗുരുക്കന്മാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. പക്ഷെ ഞാൻ പേരെടുത്ത് പറയാൻ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആദ്യ ഗുരു നടനം ശിവപാല മാസ്റ്റർ തന്നെയാണ്. മാഷ് പയ്യന്നൂരായിരുന്നു. മാഷിന്റെ കീഴിൽ ഒരു 5-8 വർഷം ഞാൻ തുടർച്ചയായി പഠിച്ചിട്ടുണ്ട്. മാഷക്ക് വലിയ കാര്യമായിരുന്നു. മാഷ് വളരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും എന്നെ സ്കൂളിൽ നിന്ന് എങ്ങോട്ടും കടത്തിയിട്ടില്ല. സ്കൂളിൽ എന്നെ ഒതുക്കലാണ്. കാരണം എന്താ വെച്ചാൽ മെയിനായിട്ട് നമുക്ക് ഇതിനുള്ള സാമ്പത്തികം ഇല്ല. പിന്നെ നമുക്ക് അത്ര ഇതില്ല. ആൺകുട്ടികൾ ഞാൻ കഴിഞ്ഞതിന് ശേഷം തലശ്ശേരി വിനീതൊക്കെ വന്നേ. അപ്പൊ സാറിന്റെ അടുത്ത് പറയായിരുന്നു, നീ ഹൈ ലെവലിൽ എത്തേണ്ട ഒരാളാണ്, നിനക്ക് വേണ്ടത് ഞാൻ ചെയ്തിരും. പക്ഷെ നമുക്ക് അന്നത്തെ ഒരു സ്കൂളിലെ അധ്യാപകരോടൊക്കെ ഉള്ളൊരു ഭയം ഒക്കെ ഉണ്ടല്ലോ പറയാൻ. അതുകൊണ്ട് ഞാൻ കരഞ്ഞുകൊണ്ട് ഒതുങ്ങി. എന്നെ 10th ഐറ്റത്തിന് ഫസ്റ്റ് തന്നാലും അവര് വേറെ എവിടെ എന്നെ കൊണ്ടുപോയിട്ടില്ല. അപ്പൊ ആ ഒരു വിഷമം എനിക്ക് എപ്പോഴും ഉണ്ട് മനസ്സിന്റെ ഉള്ളില്. പിന്നെ പക്ഷെ ഇപ്പൊ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം പല വിധത്തിലുള്ള അവാർഡുകളും അതുപോലെ പുരസ്കാരങ്ങളും എല്ലാം നമ്മളെ തേടി വരുന്നുണ്ട്. മാത്രമല്ല മക്കൾ ഇന്ന് സംസ്ഥാന തലത്തിൽ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മക്കളെ വിറ്റിട്ടും പെറുക്കിയിട്ടായാലും എന്ത് കഷ്ടപ്പെട്ടിട്ടായാലും ഈ ലെവലിലേക്ക് മക്കളെ എത്തിച്ചത്. കാരണം അവർക്ക് കലയുണ്ട്. കല ഇല്ലെങ്കിൽ നമ്മൾ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. പക്ഷെ അതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്കിപ്പം കണ്ണൂർ ജില്ലയിലായാലും നമ്മളെ കുട്ടികൾ മുന്നിൽ തന്നെ വന്നിട്ടുണ്ട്. അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ വളരെ 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 സന്തോഷമാണ്. നമ്മൾ ഹാർഡ് വർക്കിന്റെ ഒരു ഗുണം നമുക്ക് ഈശ്വരൻ തരുന്നുണ്ട്. അത്രയും നമ്മൾ നോക്കേണ്ടതുള്ളൂ. മറ്റുള്ളതൊക്കെ ഉള്ളിലുള്ള ഒരു വിഷമം കൊണ്ടെന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇത് ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞാൽ. വർഷങ്ങൾക്ക് മുമ്പേ എനിക്ക് പപ്പ മാഷ് പരിചയം ഉണ്ടായിരുന്നു. അപ്പോ ഇതിനകത്ത് ഞാൻ വന്നതിൽ ചോദ്യങ്ങളിൽ ഒരു ചോദ്യം ചോദിക്കണം തോന്നരുത്. വൈഫിനെ കുറിച്ചായിരുന്നു. നമ്മുടെ നാട്ടുകളിലെല്ലാം പറയുന്നു മഞ്ജു വാര്യരെ പോലെ ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപക്ഷെ ഈ ഒരു അനുഭവം വേദികൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്, വേദികളിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ അവള് കുറച്ച് പിന്നെ ചെറിയ പഴയ പല പ്രാവശ്യം നമ്മൾ പല സ്ഥലത്തും ഗുരുവായൂര്, കൊടുങ്ങല്ലൂരും ഒക്കെ പ്രോഗ്രാം ചെയ്തപ്പം പലരും വേദിന്റെ പുറകിലേക്ക് വന്നിട്ട് അന്വേഷിച്ചിട്ടുണ്ട്. അതൊരു സന്തോഷം തന്നെയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവര് ഗുരു ഗീതാ പത്മകുമാര് പഠിപ്പിക്കുന്നതിന് രണ്ടുപേരും ഗീതാ പത്മകുമാറാണ് പഠിപ്പിക്കുന്നത്. ടീച്ചർക്കും നല്ല കാര്യമാണ് ഇവിടെ. അങ്ങനത്തെ കുറച്ച് അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. അതെന്താ വെച്ചാല് ഇവള് ഏത് വേഷം ഇട്ടാലും അതിനൊരു ഭംഗിയുണ്ട്. അതാണ് നമ്മൾ ഒരു പറയില്ല, ഒരു ഫസ്റ്റ് ഇംപ്രഷൻ. ഇപ്പൊ നമ്മൾ കുറെ ആള് വേദിയിൽ ചെയ്താൽ പോലും ചിലവർ എന്നെയൊന്നും കണ്ടിട്ടേ ഉണ്ടാവും.
അപ്പോ പിന്നെ അവര് പറയടാ നീ കളിച്ചായിരുന്നോ എന്ന് ചോദിച്ചിട്ട് അത് ഓരോരോ ഭാഗ്യാണ്. നമ്മളെ ഒരു വിഷമോളായാലും മോനായാലും മോന് അതിഗംഭീരാണ്. മോൻ ശരിക്കും ചില ഡ്രാമയിലൊക്കെ കഥാപാത്രങ്ങൾ ചെയ്തിട്ട് ശൂർപ്പണകയൊക്കെ ചെയ്തിട്ട് ഫസ്റ്റില് രംഗത്തേക്ക് ചാടി വരുമ്പോൾ തന്നെ ഓഡിയൻസ് എഴുന്നേറ്റ് ഓടിയിട്ടുണ്ട് കുട്ടികള് പേടിച്ചിട്ട്. അത് ആ കഥാപാത്രത്തിന്റെ ഒരു എന്താ പറയാ വിജയം. നമ്മളിപ്പം സിനിമയിലായാലും നൃത്തത്തിലായാലും ചെയ്യുമ്പോൾ നമ്മളൊരു കഥാപാത്രമായി മാറുമ്പോ അത് വിജയിച്ചു എന്നാണ് അർത്ഥം. കോമഡി ആയാലും ട്രാജഡി ആയാലും എന്തായാലും. പിന്നെ ഒരു കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയാം, നൃത്തം ചെയ്യുന്ന കുട്ടികൾക്കുള്ള ഭാവാവിന് നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടില്ല. ഉദാഹരണം പറഞ്ഞാല് മണിച്ചിത്രത്താഴും അതിന്റെ തമിഴും എടുത്തു നോക്കിയാൽ ജ്യോതികയും ശോഭനയും ചെയ്യുന്നത് കണ്ടാൽ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. രണ്ട് തലത്തിൽ ആനയും അണ്ണാനും തമ്മിലുള്ള വ്യത്യാസം. കാരണം എന്താ, ശോഭന നർത്തകിയാണ്. പാരമ്പര്യമായിട്ട് അവര് തിരുവിതാംകൂർ സഹോദരിമാര് പത്മിനി, രാഗിണി, ലളിത അവരുടെ കുടുംബമാണ്, തലമുറയാണ് വിനീതൊക്കെ. അപ്പോ എന്താ വെച്ചാ ആ ഉള്ളിൽ നിന്ന് വരുന്ന ആ സാധനം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അതാണ് ജ്യോതിക നർത്തകിയല്ല, അവളെ എന്താ പറയാ അടിച്ചു പഴിപ്പിച്ച സാധനമാണ്. അതാണ് ആ രണ്ട് കഥാപാത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾക്ക് നൃത്തം അറിയുന്നവർക്ക് ശരിക്കും ജ്യോതിക ചെയ്തത് അംഗീകരിക്കാനാവില്ല. വളരെ മോശമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. അതാണ് കല പഠിച്ചാലുള്ള ഒരു വ്യത്യാസം. കലാകുടുംബത്തിൽ നിന്നും അടർത്തിയെടുത്ത ചില ഭാഗങ്ങളാണ് ഈ 2 എപ്പിസോഡുകളായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത്. എന്റെ പുറകിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എന്റെ പുറകിൽ കാണുന്ന കുറേ പുരസ്കാരങ്ങൾ, ഇത് വിളിച്ചോതിയതാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചത്. എന്തായാലും പണത്തിന് പ്രാധാന്യം നൽകാതെ ഒത്തിരി പേർക്ക് പണത്തിന് പോലും ഇല്ലാത്തവരെ പോലും പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനെ തേടിയാണ് ഞാൻ എത്തിയത്. അതിലുപരി കേരളത്തിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന കുറെ കാര്യങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ സാധിച്ചു. സർക്കാർ പോലും ശ്രദ്ധ കൊടുക്കേണ്ട ചില കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാൻ പറ്റി. എന്തായാലും എല്ലാവിധ ഭാവങ്ങളും നേരുകയാണ്. ഈ എപ്പിസോഡിൽ എന്തായാലും ഒത്തിരി പേർക്ക് ഗുണം കിട്ടും. എന്തായാലും ഭരതശ്രീ ഇപ്പോ കാക്കയങ്ങാടും പേരാവൂരും മണത്തണയിലും മട്ടന്നൂരും ഉണ്ട്. മറ്റു വിശേഷങ്ങൾക്കെല്ലാം നേരിട്ട് ബന്ധപ്പെടാം. സ്റ്റേജ് ഷോ ആയിക്കോട്ടെ, ഡാൻസ് പഠിക്കാനായിക്കോട്ടെ. അതുപോലെ ഞങ്ങൾ വീട്ടിലെത്തി നോക്കുമ്പോൾ ഡാൻസിന് വേണ്ടതെല്ലാം ആ വീട് നിറച്ചുണ്ട്. അപ്പൊ സ്വന്തം മക്കൾക്ക് വേണ്ട എല്ലാം കരുതിയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും മാഷിനെ നേരിൽ കാണുക, കാര്യങ്ങൾ ചോദിക്കുക. എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ അവാർഡുകൾ തന്നെ പറയുന്നു എന്താണ്, എങ്ങനെയാണ്, എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെന്ന്. ഇതിന്റെ പിന്നാമ്പുറങ്ങളിൽ നിന്നും നേരെ കുട്ടികൾക്ക് കൂടി പകർന്നു നൽകി അവരിലെ ഇന്ന് സംസ്ഥാന തലത്തിൽ എത്തിച്ചിരിക്കുന്നു. സ്വന്തം മോളെ പോലെ കരുതിയ ഒത്തിരി പേർ, ഒപ്പം സ്വന്തം മകളും. പക്ഷേ കുറെ ദുരിതങ്ങളും വിഷമങ്ങളും ഒക്കെ പങ്കുവെക്കാൻ ഈ ഒരു എപ്പിസോഡുകൾ വഴി സാധിച്ചു എന്നുള്ളത് ചിന്തിക്കുക. സർക്കാർ തലത്തിൽ നമ്മൾ കുറെ ആനുകൂല്യങ്ങൾ കിട്ടേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ അർഹമായ പ്രാതിനിധ്യം കിട്ടേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ സബ് ജില്ലാ കലോത്സവങ്ങളും ജില്ലാ കലോത്സവങ്ങളും സംസ്ഥാനതല കലോത്സവങ്ങളും കീറിമുറിച്ച് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് എനിക്ക് ഈ എപ്പിസോഡിൽ പറയാനുമുള്ളത്. എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരാൻ സാധിച്ചു. അതിൽ സന്തോഷിക്കുന്നു. മറ്റൊരു അതിഥിയുമായി വരുന്നതുവരെ തൽക്കാലം ബൈ.